ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾ ദൈവം അബ്രഹത്തെ പരീക്ഷിച്ച കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കേട്ടോളൂ. ദൈവം ഒരു ദിവസം അബ്രഹത്തിൽ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അബ്രഹത്തോട് എന്താണ് പറഞ്ഞതെന്നോ? അബ്രഹത്തിന്റെ ഏക മകനല്ലേ ഇസഹാക്ക്, ആ ഇസഹാക്കിന് ബലി നൽകണമെന്ന്, അതും ദഹനബലി നൽകണമെന്ന്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ എന്താണ് ദഹനബലി എന്ന്? കുറച്ച് കല്ലൊക്കെ കൂട്ടിയിട്ട് തറയുണ്ടാക്കി അതിൻ്റെ മേൽ വിറക് വെച്ച് ആടിനെ കിടത്തിയാണ് ദൈവം ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ മനുഷ്യൻ ദൈവത്തിന് ബലിയർപ്പിച്ചിരുന്നത്. അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം അതിരാവിലെ അബ്രഹാം എഴുന്നേറ്റ് തന്റെ 2 കഴുതയും 2 വേലക്കാരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ദൈവം പറഞ്ഞ മോറിയ ദേശത്തിലേക്ക് പോയി. അവിടെ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് ചോദിച്ചു, അപ്പ അപ്പ ബലിക്കുള്ള വിറകും കത്തിയും ഉണ്ടല്ലോ, പക്ഷെ കുഞ്ഞാടെവിടെ? അബ്രഹാം പറഞ്ഞു, നമ്മുടെ ഇന്നത്തെ ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ നമുക്ക് തരും. ദൈവം പറഞ്ഞ സ്ഥലമെത്തിയപ്പോൾ അബ്രഹാം കല്ലൊക്കെ കൂട്ടി വെച്ച് തറയുണ്ടാക്കി അതിന് മേൽ വിറക് വെച്ച് അതിന് മേൽ ഇസ്ഹാക്കിനെ ബന്ധിച്ച് കിടത്തി. ഇസ്ഹാക്കിന് മനസ്സിലായി തന്നെയാണ് ബലി നൽകാനായി പോകുന്നതെന്ന്. അബ്രഹാം കത്തിയെടുത്തു. പെട്ടെന്ന് ദൈവം അബ്രഹത്തെ വിളിച്ചു, അബ്രഹാം അബ്രഹാം, നീ നിന്റെ കുട്ടിയുടെ മേൽ കൈവെക്കരുത്, നീ ഇസഹാക്കിന്റെ മേലും കൈവെക്കരുത്. അപ്പോൾ മുൾച്ചെടിയിലെടുത്തുന്ന ഒരു കൊമ്പ് ഒടിഞ്ഞ മുട്ടനാടിനെ അബ്രഹാം കണ്ടു. അങ്ങനെ പെട്ടെന്ന് അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിന്റെ കെട്ടുകൾ അയച്ച് തൻ്റെ മകനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അബ്രഹാം ആ മുട്ടനാടിനെ ദൈവത്തിന് കാഴ്ച നൽകി. ഈ കഥയിൽ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോഴെല്ലാം ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം പ്രകടിപ്പിക്കുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കണം.